നല്ല നാരങ്ങക്കുട്ടന്മാരെ കണ്ടില്ലേ? ഇത് വെച്ച് നമ്മളെന്താ ഉണ്ടാക്കാൻ പോണേ? എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെ നമ്മുടെ നാരങ്ങച്ചാറ്. ഇത്രയും നാരങ്ങ കിട്ടിയാൽ പിന്നെ നമ്മൾ നാരങ്ങച്ചാറ് ഇടാതിരിക്കാൻ പറ്റുമോ? എനിക്ക് എത്ര നാരങ്ങ കൊണ്ടുവന്നതെന്നറിയോ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗാണ്, ഒരു കവർ നിറച്ച് നാരങ്ങ അവരെ വീട്ടിലുണ്ടായതാണേ. ഇതാണ് ലൈം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലെമൺ. ഇവിടെ വന്നതിന് ശേഷമാണ് ലൈം വേറെ ലെമൺ വേറെ എന്നൊക്കെ ഞാൻ അറിയുന്നത്. എനിക്കെല്ലാം നാരങ്ങ നമ്മൾ പറയുന്നത് എന്താ, ലെമൺ. ഇപ്പോൾ കുറേ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, കാരണം നമ്മുടെ നാരങ്ങ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉലുവ, കടുക് എല്ലാം പൊട്ടിച്ച് വന്നതിന് ശേഷം പിന്നെ എന്തെല്ലാവരും ഇടണ പോലെ സാധാരണ ഇഞ്ചി ഇടും, പച്ചമുളക് ഇടും, പിന്നെ വേപ്പില ഇടാം, വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി കൂടുതലുണ്ടെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ. കാരണം ഇപ്പോൾ കുറച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിട്ടിരിക്കാനാണ്. നാരങ്ങയുടെ കൂടെ ഈ വെളുത്തുള്ളി അടിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സോട്ട് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആണ് ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ മിക്സിങ് സെഷനാണ്. എനിക്കൊന്നും പൊടികളൊന്നും ഇടാമെന്ന് കാണാൻ പറ്റിയില്ല, കാരണം രണ്ടും കൂടി ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക്കാണ്. അത് തന്നെ കൊണ്ട് ഞാൻ തന്നെ ചെയ്ത പരിപാടി ആയതുകൊണ്ടാണ് ഇതൊന്നും കാണിക്കാൻ പറ്റാഞ്ഞ്. ഞാൻ അതിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചൊറുക്ക ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇട്ടേക്കുന്നത്. നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ട്? വായിൽ വെള്ളം വരുന്നുണ്ടോ? എനിക്ക് വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണേ. ഇവിടെ അച്ചാർ കൂട്ടാത്ത ആൾക്കാരെല്ലാവരും അച്ചാർ കൂട്ടി തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ എനിക്കൊരു കുപ്പി നിറയെ നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ബിരിയാണിയുടെ സൈഡായിട്ടൊക്കെ നാരങ്ങാച്ചാർ വന്നാൽ അങ്ങനെ ഉണ്ടാവും, അടിപൊളിയല്ലേ? അങ്ങനെ അടിപൊളി ഹോം മെയ്ഡ് നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതൊക്കെ സൂക്ഷിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും, ആവശ്യത്തിന് എടുത്ത് കഴിക്കും കേട്ടോ.